Hello Makals, so welcome to yet another episode of Electric Field and Charges. So നമ്മൾ ഈ പാഠത്തിൻ്റെ അവസാന ഭാഗങ്ങളോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഈ പാഠത്തിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗത്തോടാണ് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഭാഗമാണ് ഗോസ് ലോവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ ഗോസ് ലോവുമായി ബന്ധപ്പെട്ട കൺസെപ്റ്റ്സ്. സോ അതിനെപ്പറ്റി നമുക്കൊരു ABCD അറിയണമെങ്കിൽ നമുക്ക് എന്ത് എൻറ്റിറ്റിയെ പറ്റി ഒരു ധാരണ വേണം മക്കളെ? ഇലക്ട്രിക് ഫ്ലക്സിനെ പറ്റി ധാരണ വേണം. സോ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ ഇലക്ട്രിക് ഫ്ലക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയാൻ വേണ്ടി പോകുന്നത്. നമ്മൾ ഗോസ് ലോവിൻ്റെ ചെറിയൊരു ത്രെഡ് നമ്മൾ ഇട്ട് വെക്കുന്നുണ്ടാവും. മക്കളെ, നിങ്ങൾ ആദ്യമായിട്ടാണ് A to Z സീരീസ് ഫോളോ ചെയ്യുന്നതെങ്കിൽ ഇതിന് മുമ്പുള്ള പാർട്സൊക്കെ അറ്റ്ലീസ്റ്റ് 2x സ്പീഡിലിട്ട് കാണാം. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കൺസെപ്റ്റ്സ് ആണ് പറഞ്ഞു പോകുന്നത്. നല്ല നല്ല ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യുന്നുണ്ട്. എപ്പോഴും ഞാൻ പറയുന്ന പോലെ തന്നെ വൺസ് ദിസ് തിയറി പാർട്ട് ഇസ് ഓവർ, അല്ലേ, 2 എപ്പിസോഡ് നമ്മൾ തീർക്കും. തിയറി പാർട്ട് കഴിഞ്ഞാൽ നമ്മൾ അടിപൊളിയായിട്ടുള്ള ക്വസ്റ്റ്യൻ ഡിസ്കഷനോട് കിടക്കുകയാണ്. സോ മക്കളെ, ഒന്നും നോക്കണ്ട, നമ്മളെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്തിടുക, എല്ലാ എപ്പിസോഡും അപ്പോൾ കാണുക. നമ്മളെ അടിയിൽ നമ്മളെ കമ്മ്യൂണിറ്റി ലിങ്കിൻ്റെ ലിങ്കും കൊടുത്തിട്ടുണ്ട്. അതിലൊക്കെ പാർട്ടായാലും ഡെയിലി ബേസിസിൽ അവിടെ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നടക്കുന്നുണ്ട്. സോ അതൊക്കെ ഡേ ടു ഡേ ലൈഫിൽ നിങ്ങൾ പോലും അറിയാതെ ഒരുപാട് പ്രോഗ്രസ്സും ഒരുപാട് ബെനിഫിറ്റും നിങ്ങൾക്ക് ഉണ്ടാകുന്നതായിരിക്കും. സോ അതിലൊക്കെ ഭാഗമാകാം. സോ അത് വലിച്ചു കിട്ടുന്നില്ല. മൂവിങ് ഓൺ ടു ടോപ്പിക് ഇലക്ട്രിക് ഫ്ലക്സ്. മക്കളെ, ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ ക്വാണ്ടിറ്റിയാണ്. അതെന്ത് എന്ന് പറയുന്നതിന് മുമ്പായിട്ട് നമുക്കത് പഠിക്കാൻ ചെറിയ വേറൊരു എൻറ്റിറ്റിനെ പറ്റിയൊരു ധാരണ വേണം, വിച്ച് ഈസ് ദി ഏരിയ വെക്റ്റർ. എന്താണ് ഒരു ഏരിയ വെക്റ്റർ? അല്ലേ, നമ്മൾ ഏരിയ എന്നൊക്കെ പഠിച്ചിട്ടുണ്ട് അല്ലേ. സ്ക്വയറിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? സൈഡ് സ്ക്വയർ ആണ് അല്ലേ. ഒരു റെക്റ്റാങ്കിളിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ലെങ്ത്തിൻ്റെ ബ്രെത്താണ്. പക്ഷെ അതൊക്കെ എന്താണ് നമുക്ക് തരുന്നത്? മാഗ്നിറ്റ്യൂഡാണ് തരുന്നത്. അപ്പോൾ ഏരിയനെ ഒരു വെക്ടറായിട്ട് നമ്മൾ എടുക്കണമെങ്കിൽ വെക്ടറിന് രണ്ടും വേണ്ടേ? എന്ത് രണ്ടും? മാഗ്നിറ്റ്യൂഡും വേണം, മറ്റെന്തും വേണം? ഡയറക്ഷനും വേണ്ടേ? അപ്പോൾ എന്താണ് ഡയറക്ഷൻ ഓഫ് ഏരിയ? അതിനെപ്പറ്റി നമുക്ക് ധാരണ വേണം. മക്കൾ മനസ്സിലാക്കിയേ. അപ്പോൾ ഞാൻ ഒരു സ്ക്വയർ എടുക്കുന്നു. ഓക്കെ, ഒരു സ്ക്വയറിൻ്റെ സൈഡ് എല്ലാം എന്ന് വിചാരിക്കുക. ഓക്കെ, ഇതൊക്കെ എൽ 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 എൽ. അപ്പോൾ ഏരിയ ഒരു കുട്ടിനെ ചോദിക്കുകയാണ്, ഒരു 5ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയെ ചോദിക്കുകയാണെങ്കിൽ കുട്ടി പറയും, സാർ ഏരിയ എന്ന് പറയുന്നത് L² ആണ് കേട്ടോ. മറിച്ചൊരു +1 +2 കുട്ടികളെ ചോദിക്കുമ്പോൾ മക്കളെ ഏരിയ വെക്ടർ എന്തെന്ന് പറയുമ്പോൾ അവൻ പറയും, സാറേ L² ആണ് മാഗ്നിറ്റ്യൂഡ്. ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ അത് പഠിച്ചു വെക്കാം മക്കളെ. ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് പെർപെൻഡിക്കുലർ ടു ദി സർഫസ് അണ്ടർ കൺസിഡറേഷൻ. പെർപെൻഡിക്കുലർ ടു ദി സർഫസ് അണ്ടർ കൺസിഡറേഷൻ. നമ്മൾ എന്ത് സർഫസ് ആണോ കൺസിഡർ ചെയ്യുന്നത് അതിനോട് പെർപെൻഡിക്കുലർ ആയിരിക്കും. അതെങ്ങനെ വരുന്നത്? സത്യത്തിലുള്ളൂ ഈ സൈഡിന് ക്രോസ് പ്രൊഡക്റ്റാണ് ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. ക്രോസ് പ്രൊഡക്റ്റാണ്. സോ നോക്കി മക്കളെ, ഒരു വെക്ടർ ഓക്കെ, A×B ചെയ്താലാണ് നമുക്ക് C കിട്ടുന്നതെന്ന് നമ്മളെവിടെ പഠിക്കുന്നുണ്ട്? നമ്മളെ വെക്ടർ എന്നുള്ള പാഠത്തിൽ അല്ലെ, മോഷൻ ഇൻ പ്ലേ എന്നുള്ള പാഠത്തിൽ പഠിക്കുന്നുണ്ട്. ലെറ്റ്സ് സേ C എന്നുള്ള വെക്ടർ A×B ആണെങ്കിൽ നമുക്കറിയാം ഈ C എന്ന് പറയുന്നത് A-നോടും B-നോടും പെർപെൻഡിക്കുലർ ആയിരിക്കും. സോ ഏരിയ വെക്ടറുടെ ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അല്ലേ, വൺ സൈഡ് ഇൻറ്റു മറ്റേ സൈഡിൻ്റെ ക്രോസ് പ്രൊഡക്റ്റ് ആണ്. സോ ഇത് രണ്ടും ഈ പ്ലെയിനിൽ എടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഏരിയ വെക്ടർ വിച്ച് ഇസ് ദ റിസൾട്ടൻറ്റ് ഓഫ് A×B. അതേമാതിരി L×Lൻ്റെ ഏരിയ വെക്ടർ എങ്ങനെയായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും. ഇതൊക്കെ ഏത് കൺസെപ്റ്റാണ് പറഞ്ഞത്? മോഷൻ ഇൻ പ്ലെയിൻ്റെ കൺസെപ്റ്റാണ്. എൻ്റെ മക്കളിപ്പോൾ മനസ്സിലാക്കി വെക്കുക. ഏരിയ വെക്ടർ ഏതൊരു സർഫസിനും ഏരിയ വെക്ടർ എപ്പോഴും എന്തായിരിക്കും? ആ സർഫസിനോട് പെർപെൻഡിക്കുലർ ആയിരിക്കും. ഒരു ഉദാഹരണത്തിന് നോക്കുകയാണെങ്കിൽ ഓക്കെ, ഇതൊരു സ്ക്വയറാണ് മക്കൾ സങ്കല്പിക്കുക. ഇത് A സൈഡ്, ഇത് A സൈഡ്. അപ്പോൾ ഇതിൻ്റെ ഏരിയ വെക്ടർ എന്ന് ചോദിക്കും, നിങ്ങൾ എന്താ പറയുക? സാർ A² ആണ് മാഗ്നിറ്റ്യൂഡ്. ഡയറക്ഷൻ എന്ന് പറയുന്നത് എന്താണ് മക്കളെ? പെർപെൻഡിക്കുലർ. ആ സർഫസിനോട് എന്തായിരിക്കും? പെർപെൻഡിക്കുലർ ആയിരിക്കും. നോക്കിക്കേ, പെർപെൻഡിക്കുലർ കാണുന്നില്ലേ? പെർപെൻഡിക്കുലർ ആയിരിക്കും. ഓക്കെ അല്ലേ? ഇനി നോക്കി മക്കളെ, നോക്കിക്കേ, നമ്മുടെ 2 തരത്തിലുള്ള ബോഡിയാണ് നമുക്ക് ഫിസിക്സിൽ ഡിസ്കഷൻ വരുന്നത്. 2D ബോഡി ഉണ്ട്. ഈ 2D ബോഡി നമ്മൾ സ്നേഹത്തോടെ വിളിക്കുന്ന പേരാണ് ഓപ്പൺ സർഫസ്. നമ്മൾ ഫിസിക്സിൽ 2D ബോഡീസിന് അല്ലെങ്കിൽ ഈ പാഠത്തിൽ നമ്മൾ ഓപ്പൺ സർഫസ് ആയിട്ടാണ് വിളിക്കുന്നത്. അപ്പോൾ നോക്കിക്കേ, ഇത് ഒരു 2D ബോഡിയാണെന്ന് വിചാരിക്കുക. തിക്നെസ് ഒന്നുമില്ല. എന്താണ്? 2D ബോഡിയാണെന്ന് വിചാരിക്കുക. 2 ഡയമെൻഷൻ മാത്രമേ ഉള്ളൂ. 2D ബോഡിയാണെന്ന് വിചാരിക്കുക. ഓക്കെ, ഈ 2D ബോഡിയുടെ ഈ സാധനത്തിൻ്റെ ഏരിയ വെക്ടർ എത്ര എന്ന് ചോദിക്കുകയാണെങ്കിൽ ഇത് സ്ക്വയറാ സങ്കല്പിക്കുക. A ആണ്. ഏരിയ വെക്ടർ എത്ര എന്ന് ചോദിക്കുക നിങ്ങൾക്ക് പറയാം, സാർ A² ആണ്, പെർപെൻഡിക്കുലർ ആണ് അല്ലേ, ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ് എന്നൊരു കുട്ടിക്ക് പറയാം. ഒരു തെറ്റുമില്ല. വേറെ കുട്ടിക്ക് എന്ത് പറയാം? സാറേ A² ആണ്, ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ്. രണ്ടും എന്താണ്? പോസിബിളാണ്. പറഞ്ഞാൽ പോകാൻ മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾ സങ്കല്പിക്കുക. ഞാൻ ഒന്ന് വരച്ചേ, ഈ പേപ്പറിന് വരച്ചതാ. ഒരു കുട്ടി പറയുന്നത്, സാറേ ഇതിനോട് പെർപെൻഡിക്കുലർ, ഈ സർഫസിനോട് പെർപെൻഡിക്കുലർ ഇങ്ങോട്ടാണ് സാറേ ഏരിയ വെക്ടർ എന്ന് പറയാം. തെറ്റൊന്നുമില്ല. വേറെ കുട്ടിക്ക് എന്ത് പറയാം? സാറേ ഇങ്ങോട്ടാണ് കേട്ടോ സാറേ ഏരിയ വെക്ടർ എന്നും പറയാം. നോ പ്രോബ്ലം അറ്റ് ഓൾ. ഓക്കെ, സോ ഒരു 2D ബോഡിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഏരിയ വെക്ടർ എങ്ങനെ എടുക്കാം? ആ 2 ഡയറക്ഷനും എടുക്കാം. മനസ്സിലാകുന്നുണ്ടോ? ഇങ്ങോട്ടായിട്ട് എടുക്കാം, ഇങ്ങോട്ടായിട്ട് എടുക്കാം. നോ പ്രോബ്ലം അറ്റ് ഓൾ. ഓക്കെ അല്ലേ? പക്ഷെ നമ്മൾ ഫ്ലെക്സിലോട്ടൊക്കെ വരുമ്പോൾ എന്താണ് എടുക്കേണ്ടത് ഞാൻ പഠിപ്പിച്ചു തരാം. അപ്പം 2D ബോഡിനെ നമ്മൾ സ്നേഹത്തോടെ വിളിക്കുന്ന പേരാണ് ഓപ്പൺ സർഫേസ്. ആ ഓപ്പൺ സർഫേസിൻ്റെ ഏരിയനെ നമുക്ക് അങ്ങോട്ടായിട്ടോ പിന്നോട്ടായിട്ട് ഇത്രയേ ഉള്ളൂ. ആ സർഫസിനോട് പെർപെൻഡിക്കുലർ ആയാൽ മതി. അപ്പോൾ ആ വെക്ടറിൻ്റെ മക്കൾ മനസ്സിലാക്കുക. ആ വെക്ടർ ഇങ്ങനെ പോകുമ്പോൾ അത് ഇങ്ങോട്ടും ഡയറക്ഷൻ ഇങ്ങോട്ടായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ഇനി അടുത്ത് നോക്കി മക്കളെ, 3D ബോഡീനെ നമ്മൾ സ്നേഹത്തോടെ വിളിക്കുന്ന പേരാണ് ഫിസിക്സിൽ എന്താടാ? ക്ലോസ്ഡ് സർഫസ്. ഈ പാഠത്തിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് ക്ലോസ്ഡ് സർഫസ്.
ഒരു ക്ലോസ്ഡ് സർഫസ് അല്ലെങ്കിൽ ക്ലോസ് ചെയ്യുന്ന ചാർജ് എന്നൊക്കെ ഉദ്ദേശിക്കുന്നത് 3D ആയിട്ടുള്ള ഒരു ബോഡി എന്നാണ്. അപ്പോൾ ഒരു ക്ലോസ് സർഫസിനെ സംബന്ധിച്ചിടത്തോളം മക്കളെ ക്ലോസ് സർഫസ്, ഓക്കെ, ക്ലോസ് സർഫസ് ലെറ്റ്സ് സേ ഇതൊരു 3D ബോഡിയാണ്. ഓക്കെ, ഇതൊരു 3D ബോഡിയാണ്. ഈ സൈഡ് ഉണ്ട്, 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 ഈ സൈഡ് ഉണ്ട് അല്ലേ. നമുക്കൊരു ക്യൂബോയിഡായിട്ട് ഇതിനെ സങ്കല്പിക്കാം. ഓക്കെ അല്ലേ, പെർഫെക്റ്റ് ഓൾ റൈറ്റ് അല്ലേ. ഇനി നോക്കിക്കേ, എൻ്റെ ഒരു കുട്ടീനോട് ചോദിക്കുകയാണ്, സാറേ ഈ സർഫസിൻ്റെ ഏരിയ വെക്ടർ എന്ത് എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു 2D ബോഡി കൺസെപ്റ്റ് പഠിച്ച കുട്ടി പറയും, സാറേ എന്തുണ്ട് സാറേ, പുറത്തോട്ടുണ്ട് സാറേ, അതേപോലെ ഈ സർഫസിൻ്റെ ഏരിയ വെക്ടർ എങ്ങോട്ടുണ്ട് സാറേ, ഇങ്ങോട്ട് ഉള്ളോട്ടുമായിട്ട് എനിക്ക് സങ്കല്പിക്കാം എന്ന് ആ കുട്ടി പറഞ്ഞേക്കാം അല്ലേ. ഒരു 2D ഓപ്പൺ സർഫസിനെ പറ്റി മാത്രം പഠിച്ച കുട്ടി ഒരു 3D ബോർഡിലോട്ട് വരുമ്പോൾ അവൻ എന്ത് പറയും, സാറേ ഈ സർഫസിൻ്റെ ഏരിയ വെക്ടർ ചോദിക്കുകയാണെങ്കിൽ ഇതേ ഇൻറ്റു ഇതാണ്, അതിൻ്റെ ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ പുറത്തോട്ടുണ്ട് സാറേ, ഉള്ളിലോട്ടുണ്ട് സാറേ എന്ന് കുട്ടി പറഞ്ഞേക്കാം. ഏത് കുട്ടി? ഒരു 2D സർഫസിനെ പറ്റി പഠിച്ച കുട്ടി പറഞ്ഞേക്കാം. പക്ഷേ മക്കൾ നമ്മൾ എടുക്കേണ്ടത് എന്ത് മാത്രമേ നമ്മൾ എടുക്കാൻ വേണ്ടി പാടുള്ളൂ? ഔട്ട് ഓഫ് ദി ബോഡി ആയിട്ടുള്ള ഏരിയ വെക്ടർ മാത്രമേ നമ്മൾ എടുക്കാൻ വേണ്ടി പാടുള്ളൂ. എന്ന് പറഞ്ഞാൽ ഈ സർഫസിൽ നിന്ന് പുറത്തോട്ടുള്ള ഈ വെക്ടർ ഉണ്ടല്ലോ, ഇതേ നമ്മൾ എടുക്കാൻ വേണ്ടി പാടുള്ളൂ, ഉള്ളിലോട്ടുള്ള സാധനം എടുക്കാൻ വേണ്ടി പാടില്ല. സാറേ മനസ്സിലായില്ല മക്കളെ? ഈ സർഫസ് നോക്കുക അല്ലേ, ഈ സർഫസിൻ്റെ ഏരിയ വെക്ടർ ഒരാൾ കണ്ടുപിടിക്കാൻ വേണ്ടി പറയുകയാണെങ്കിൽ ദിസ് സൈഡ് ഇൻറ്റു ദിസ് സൈഡാണ് മാഗ്നിറ്റ്യൂഡ്. ഡയറക്ഷൻ എന്ന് പറയുന്നത് കുട്ടി പറയുകയാണ്, സാറേ ഇങ്ങനെയും ആവാം, അല്ലെങ്കിൽ ഈ സർഫസിനോട് പെർപെൻഡിക്കുലർ എന്ന സമയത്ത് ഉള്ളിലോട്ടും ആവാം എന്ന് പറയുന്ന സമയത്ത് ആ ഉള്ളിലോട്ടുള്ള വെക്ടർ നമ്മൾ കൺസിഡർ ചെയ്യരുത്. ഔട്ട് ഓഫ് ദി ബോഡി സാധനം മാത്രമേ നമ്മൾ എടുക്കാൻ വേണ്ടി പാടുള്ളൂ. ഏത് മാത്രമേ എടുക്കാൻ പാടുള്ളൂ? ഔട്ട് ഓഫ് ദി ബോഡി വരുന്ന പെർപെൻഡിക്കുലർ ആയിട്ടുള്ള സാധനം മാത്രമേ നമ്മൾ എടുക്കാൻ വേണ്ടി പാടുള്ളൂ. പെർഫെക്റ്റ് ഓൾ റൈറ്റ് അല്ലേ? പെർഫെക്റ്റ് ഓൾ റൈറ്റ് അല്ലേ? പെർഫെക്റ്റ് ഓൾ റൈറ്റ് അല്ലേ? എന്ന് പറഞ്ഞാൽ ഇതൊരു ക്യൂബാണെന്ന് എൻ്റെ മക്കൾ സങ്കല്പിക്കാം. ഓക്കെ അല്ലേ? അപ്പോൾ ഈ സർഫസിന് ഇതൊരു സർഫസ് അല്ലേ, സർഫസ് 1 2 3 4 5 6 സർഫസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ സർഫസിൻ്റെ ഏരിയ വെക്ടർ എന്തെന്ന് ചോദിക്കുമ്പോൾ അല്ലേ, ഏരിയ വെക്ടർ എന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ഇങ്ങനെ എടുക്കാം, വേറെ എങ്ങനെ എടുക്കാം, പുറത്ത് ഉള്ളിലോട്ടുള്ള സാധനമായിട്ട് എടുക്കാം. പക്ഷേ എന്ത് മാത്രമേ എടുക്കാൻ വേണ്ടി പാടുള്ളൂ? ഈ സാധനം മാത്രമേ എടുക്കാൻ വേണ്ടി പാടുള്ളൂ. മനസ്സിലാവുന്നുണ്ടോ? ഈ സർഫസിൻ്റെ ഏരിയ വെക്ടർ എന്ന് പറഞ്ഞാൽ പുറത്തോട്ടുള്ള ഈ സാധനം മാത്രമേ എടുക്കാൻ വേണ്ടി പാടുള്ളൂ. ഈ സർഫസിൻ്റെ ഏരിയ വെക്ടർ എന്നാൽ പുറത്തോട്ടുള്ള ഈ സാധനം മാത്രമേ എടുക്കാൻ വേണ്ടി പാടുള്ളൂ. ഈ അടിയത്തെ സർഫസിൻ്റെ ഏരിയ വെക്ടർ ഇത് പുറത്തോട്ടുള്ള ഈ സാധനം മാത്രമേ എടുക്കാൻ വേണ്ടി പാടുള്ളൂ. ഈ സർഫസ് ഏരിയ വെക്ടർ എന്ന് പറഞ്ഞാൽ പുറത്തോട്ടുള്ള ഈ വെക്ടർ മാത്രമേ എടുക്കാൻ വേണ്ടി പാടുള്ളൂ. സോ ഔട്ട് ഓഫ് ദി ബോഡി ആയിട്ടുള്ള സാധനം മാത്രമേ എടുക്കാൻ വേണ്ടി പാടുള്ളൂ. പെർഫെക്റ്റ് ഓർഡർ ആയിട്ടല്ലേ? ഇത്രയും നമുക്ക് ഏരിയ വെക്ടറുമായി ബന്ധപ്പെട്ട കൺസെപ്റ്റ് ആണ്. സോ ഏരിയ വെക്ടർ എന്നുള്ള സാധനം എന്താണ്? ഡയറക്ഷൻ ഓൾവേസ് പെർപെൻഡിക്കുലർ ടു സർഫസ് ആണ്. 2D ബോഡി ആണെങ്കിൽ രണ്ടും പോസിബിളാണ്, നമുക്ക് പുറത്തോട്ടുള്ളതും ഇങ്ങോട്ടുള്ളതൊക്കെ ആയിട്ട് എടുക്കാം. പക്ഷേ 3D ബോഡി ആണെങ്കിൽ എപ്പോഴും എന്ത് ഏരിയ വെക്ടറിന് എന്ത് ഡയറക്ഷൻ മാത്രമേ ഉള്ളൂ? ഔട്ട് ഓഫ് ദി ബോഡി ആയിട്ടുള്ള പെർപെൻഡിക്കുലർ, ആ സർഫസിനോട് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള വെക്ടർ മാത്രമേ നമ്മൾ കൺസിഡർ ചെയ്യാൻ വേണ്ടി പാടുള്ളൂ. പെർഫെക്റ്റ് ഓൾ റൈറ്റ് അല്ലേ? ഇനി മൂവിങ് ബാക്ക്, അത് മാത്സ് ക്ലാസ് ആയിരുന്നേ. മൂവിങ് ബാക്ക് ടു ദി ടോപ്പിക് ഇലക്ട്രിക് ഫ്ലക്സ്. മക്കളെ എന്താണ് ഇലക്ട്രിക് ഫ്ലക്സ്? മക്കളെ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദി number of electric field lines passing, അടുത്ത പറയുന്ന വാക്കാണ് വെരി ഇമ്പോർട്ടൻറ്റ്, പാസിങ് പെർപെൻഡിക്കുലർ ടു എ സർഫസ്. ഒരു സർഫസിലൂടെയുള്ള ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ നമ്പർ ഓഫ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്. ഏത് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ്? ആ സർഫസിലൂടെ കടന്നു പോകുന്ന പെർപെൻഡിക്കുലർ ആയിട്ട് കടന്നു പോകുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിൻ്റെ എണ്ണം എത്രയാണോ അതാണ് അവിടുത്തെ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. സാറേ മനസ്സിലായില്ല? മക്കളെ നോക്കിക്കേ, ഒരു പ്ലെയിൻ സർഫസ് എടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടുത്തെ ഫീൽഡ് ലൈൻസ് ഒരാൾ വരച്ചിട്ടുള്ളതാണ്. ഇത് കൺഫ്യൂഷൻ ഉണ്ടാക്കണ്ട. ഒരാൾ ചോദിക്കുകയാണ്, മോനെ കുട്ടാപ്പി ഇവിടെ എത്ര ഇലക്ട്രിക് ഫ്ലക്സ് ഉണ്ട് എന്ന് ചോദിച്ചാൽ നോക്കിക്കേ, 1 2. നമുക്ക് ഇത് പെർപെൻഡിക്കുലർ ആയിട്ട് പോകുന്നതിന് മക്കൾ സങ്കല്പിക്കുക. ഈ ഒരു പ്ലെയിനിലൂടെ എങ്ങനെയാണ് ഇത് എങ്ങനെ വരച്ചത്? എങ്ങനെയാണ്? ഇതാണ് ആ സാധനം, ഇതാണ് ആ സർഫസ്. ആ സർഫസിലൂടെ 2 ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ത് ചെയ്യുന്നത്? ഇങ്ങനെ പെർപെൻഡിക്കുലർ ആയിട്ട് കടന്നു പോകുന്നുണ്ട്. ഇങ്ങനെ 2 ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എന്ത് ചെയ്യുന്നുണ്ട്? പെർപെൻഡിക്കുലർ ആയിട്ട് കടന്നു പോകുന്നുണ്ട്. സോ ഇവിടുത്തെ ഫ്ലക്സ് എത്രയാണെന്ന് ചോദിച്ചാൽ 2 ആണ് അർത്ഥം. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ? ഇനി ഇതേ പ്ലെയിൻ സർഫസിനെ ഞാൻ എന്ത് ചെയ്തിട്ടുണ്ട്? വേറൊരു സർഫസ് കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. ഇനി ഒരാൾ ചോദിക്കുകയാണ്, മോനെ ഇവിടുത്തെ ഇലക്ട്രിക് ഫ്ലക്സ് എത്ര ചോദിച്ചാൽ 1 2 3 ആണ് ഇവിടുത്തെ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്നത്. സോ ഇലക്ട്രിക് ഫ്ലക്സ് ഇപ്പോൾ എന്തിന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഈ ഒരു ഫിഗർ നോക്കി, എന്തിന് ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? ഇലക്ട്രിക് ഫീൽഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് അല്ലേ? ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കൂടി. സാർ അതെങ്ങനെ സാറേ സ്ട്രെങ്ത് കൂടിയത്? മക്കളെ നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പഠിപ്പിച്ച സമയത്ത് പഠിച്ചു. എന്ത് പഠിച്ചു? ഡെൻസിറ്റി കൂടുകയാണ്. ഡെൻസിറ്റി കൂടുകയെന്ന് പറഞ്ഞാൽ ക്ലോസ്നെസ് കൂടുകയാണെങ്കിൽ ഇലക്ട്രിക് ഫീൽഡിൻ്റെ സ്ട്രെങ്ത് കൂടുകയാണ്. ഇവിടെ 2 സാധനമേ ഉണ്ടായിരുന്നുള്ളൂ, ഇവിടെ 3 സാധനമുണ്ട് എന്ന് പറഞ്ഞാൽ എന്താ സംഭവിക്കുന്നത്? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് സ്ട്രോങ്ങർ ആയിട്ട് വരികയാണ്. അപ്പോൾ ഒരു സർഫസിലൂടെ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറയുന്ന സാധനം സ്വാഭാവികമായിട്ട് എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? അവിടെയുള്ള ഇലക്ട്രിക് ഫീൽഡിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്.
ഇനി ഇലക്ട്രിക് ഫീൽഡിനെ മാത്രമാണോ ഇലക്ട്രിക് ഫ്ലക്സ് എന്ന സാധനം ഡിപ്പെൻഡ് ചെയ്യുക? നമുക്കൊന്ന് ആലോചിച്ച് വളരെ ബേസിക് ലോജിക്കായിട്ട് ആയാലും ചോദിക്കുക. ഇവിടെ ഞാൻ ഈ ഒരു സർഫസ് എടുത്തു, ഇവിടെ ഇങ്ങനെ കുറേ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഉണ്ട്, ഇങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. ഈ മതിൽ നിന്ന് ആ മതിലോട്ട് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെ ഫുൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സർഫസ് ലെറ്റ്സ് കൺസിഡർ, ഈ സർഫസിലൂടെ 5 ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആണ് പോകുന്നത് ഇതിൻ്റെ മക്കൾ സങ്കല്പിക്കുക. ഓക്കെ അല്ലേ? ഞാൻ എന്ത് ചെയ്യണം, ഇത് മാറ്റി വലിയൊരു A4 ഷീറ്റ് എടുത്തു, വലിയ A4 ഷീറ്റ് എടുത്തു. ആ A4 ഷീറ്റിലൂടെയും അതേ 5 ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് തന്നെയാണോ കടന്നു പോവുക? അല്ല, 5ൽ കൂടുതൽ കടന്നു പോകില്ലേ? ആലോചിക്ക്. ഈ ഒരു സർഫസ് എടുക്കുമ്പോൾ ലെറ്റ്സ് ഇവിടെ മൊത്തം ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ സർഫസ് മാത്രം എടുക്കുമ്പോൾ ഇതിലൂടെ 5 ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആണ് കടന്നു പോകുന്നതിന് മക്കൾ സങ്കല്പിച്ചല്ലോ. ഇതിനെ മാറ്റി ഞാൻ വലിയൊരു A4 ഷീറ്റ് ഇങ്ങനെ വെക്കുമ്പോൾ അതിലൂടെയും അതേ 5 ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ആണോ കടന്നു പോവുക? അല്ല, 5ൽ കൂടുതലാണ് കടന്നു പോവുക. സോ അവിടെ മാറിയ എൻറ്റിറ്റി എന്താ? അത് ചെറിയൊരു കുഞ്ഞ് ഏരിയ, പിന്നെ എന്താ സംബന്ധിച്ച ഒരു വലിയ ഏരിയ. സോ ഇലക്ട്രിക് ഫ്ലക്സ് എന്നുള്ള സാധനം എന്തിനു ഡിപ്പെൻഡ് ചെയ്യുമ്പോഴേ? എന്തിനു ഡിപ്പെൻഡ് ചെയ്യും? അവിടുന്ന് വലിയൊരു ജമണ്ട സാധനം വെച്ചു. ഓക്കെ, എത്രത്തോളം ഫീൽഡ് ലൈൻസാണ് കടന്നു പോകുന്നത്. സോ ഈ ഫ്ലക്സ് എന്ന് പറഞ്ഞ സാധനം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു അവിടുത്തെ ഇലക്ട്രിക് ഫീൽഡ് അല്ലേ? ഈ ഫ്ലക്സ് എന്നുള്ള സാധനം ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു വാട്ട് ദി ഏരിയ അണ്ടർ കൺസിഡറേഷൻ. കഴിഞ്ഞോ? ഇല്ല, ഒരു എൻറ്റിറ്റി കൂടി ഉണ്ട്. നോക്കിക്കേ. അപ്പം ഏരിയ വെക്ടറിനെ പറ്റിയൊക്കെ പഠിച്ചാൽ നമ്മളിങ്ങനെ നോക്കുക. ഇതൊരു പ്ലെയിൻ സർഫസ് ആണ്. ഒരു പ്ലെയിൻ സർഫസിനോട് പെർപെൻഡിക്കുലർ ആയിട്ടാണ് നമ്മൾ എന്തായിട്ട് എടുക്കേണ്ടത്? അതിൻ്റെ ഏരിയ വെക്ടറിനെ എടുക്കേണ്ടത്. ലെറ്റ്സ് സേ ഇങ്ങനെ ഒരു ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പോകുന്നുണ്ട്. പെർപെൻഡിക്കുലർ ആയിട്ടല്ല, വേറെ ഏതൊരു ആംഗിൾ പോകുന്നുണ്ട് ഇതിന് മക്കൾ സങ്കല്പിക്കാം. ഓക്കെ, ഇവിടെ എന്തുണ്ട്? ഇതൊരു പ്ലെയിൻ സർഫസാണ്. ആ പ്ലെയിൻ സർഫസിൽ ഇങ്ങനെ ചെരിഞ്ഞ് ഒരു ഇലക്ട്രിക് ഫീൽഡ് ലൈൻ പോകുന്നുണ്ട് മക്കൾ സങ്കല്പിക്കുക. എങ്ങനെ പോകുന്നത്? ഇങ്ങനെ ചെരിഞ്ഞ് ഒരു ഇലക്ട്രിക്, അതാണ് വരച്ചിട്ടുള്ളത്. ഇങ്ങനെ ചെരിഞ്ഞിട്ട് ഒരു ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പോകുന്നുണ്ട്. ഓക്കെ, ഈ ഇലക്ട്രിക് ലെറ്റ്സ് സേ ഇത് θ° ആംഗിൾ ആണെങ്കിൽ ഇതിനെ റിസോൾവ് ചെയ്യുന്ന സമയത്ത് നമുക്ക് 2 എൻറ്റിറ്റി മാറ്റിക്കൂടെ? ഇത് ഈ cos θ കമ്പോണൻ്റ് ആണ്, ഇത് ഈ sin θ കമ്പോണൻ്റ് ആണ്. പെർഫെക്റ്റ് ഓൾ റൈറ്റ് അല്ലേ? ഇനി ഇലക്ട്രിക് ഫ്ലക്സിനെ പറ്റി പഠിച്ച കുട്ടി പറയേ, ഇതിൽ ഏത് ഇലക്ട്രിക് ഫീൽഡിനെയാണ് നമ്മൾ ഏത് കമ്പോണൻറ്റ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്? ഈ കമ്പോണൻറ്റിനെയാണോ നമ്മൾ ഫ്ലക്സ് എന്ന് പറയുന്ന ഇതിലോട്ട് കൺസിഡർ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഈ കമ്പോണൻറ്റിനെയാണോ നമ്മൾ സങ്കല്പിക്കേണ്ടത്? ഈ കമ്പോണൻ്റ് സാർ അതെങ്ങനെ? മക്കൾ നോക്കടാ, ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ ഡെഫിനേഷൻ നോക്ക്. എന്താ ഡെഫിനേഷൻ? ആ സർഫസിനോട് പെർപെൻഡിക്കുലർ ആയിട്ടുള്ള ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ എടുക്കാൻ വേണ്ടി പാടുള്ളൂ അല്ലേ? മക്കളെ നോക്കിക്കേ. ഈ sin θ എന്ന് പറഞ്ഞ സാധനം എന്താ അല്ലേ? ഇങ്ങനെ പോകുന്ന സമയം ഞാൻ റിസോൾവ് ചെയ്തു അല്ലേ? ഇങ്ങനത്തെ എന്നുള്ള സാധനം ഞാൻ എങ്ങനെ റിസോൾവ് ചെയ്തത്? ഇങ്ങോട്ടൊരു cos θ, ഇങ്ങോട്ട് sin θ. ഈ sin θ എങ്ങനെയാണ് പോകുന്നത്? ഈ സർഫസിനോട് പാരലായിട്ടാണ് പോകുന്നത്. സർഫസിനോട് പാരലായിട്ട് പോകുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനെ നമ്മൾ ഫ്ലക്സിൽ കൺസിഡർ ചെയ്യ മാട്ടെ. എന്തിനെ കൺസിഡർ ചെയ്യുള്ളൂ? പെർപെൻഡിക്കുലർ ആയിട്ട് സാധനത്തിന് കൺസിഡർ ചെയ്യുള്ളൂ. സോ ഇങ്ങനെ കിടക്കുന്ന ഇലക്ട്രിക് ഫീൽഡ് ലൈനിനെ ഞാൻ എങ്ങനെ റിസോൾവ് ചെയ്തു? ഈ cos θ ആയിട്ടും ഈ sin θ റിസോൾവ് ചെയ്തു. ഈ sin θ ഈ സർഫസിനോട് പാരലാണ്, കൺസിഡർ ചെയ്യാൻ മാട്ടെ. എന്താ കൺസിഡർ ചെയ്യുള്ളൂ? ഈ പെർപെൻഡിക്കുലർ സാധനമേ കൺസിഡർ ചെയ്യുള്ളൂ. എന്ന് പറഞ്ഞാൽ എന്ത് സാധനം കൺസിഡർ ചെയ്യുള്ളൂ? ഈ cos θ കൺസിഡർ ചെയ്യുള്ളൂ. അഥവാ നമ്മളെ ഫ്ലക്സ് എന്ന് പറഞ്ഞ സാധനം ഇപ്പോൾ സത്യം പറഞ്ഞാൽ എന്തിനെ കൂടി ഡിപ്പെൻഡ് ചെയ്യുകയാണ്? cos θ കൂടി ഡിപ്പെൻഡ് ചെയ്യുകയാണ്. പെർഫെക്റ്റ് ഓൾ റൈറ്റ് അല്ലേ? ഇതിന് മൊത്തത്തിൽ ആകെ തുകയായിട്ട് നമ്മൾ എഴുതുകയാണ് ഫ്ലക്സ് ഈസ് ഈക്വൽ ടു EA ഇൻറ്റു cos θ സാധനം. AB cos θ സ്റ്റൈലാക്കി നമുക്ക് എങ്ങനെ എഴുതാം? A.B എന്ന് പറഞ്ഞ് എഴുതിക്കൂടെ? അപ്പോൾ ഫ്ലക്സിൻ്റെ ക്ലാസിക്കൽ ഇക്വേഷൻ എന്താ മക്കളെ? ഇറ്റ് ഈസ് ദി സ്കേലാർ പ്രൊഡക്റ്റ് ഓഫ് E ആൻഡ് A. ഡോട്ട് പ്രൊഡക്റ്റ് ആണ്. സ്കേലാർ പ്രൊഡക്റ്റ് എന്ന് പറയുന്ന സമയത്തിൻ്റെ മക്കൾ പറയണം, ഈ ഫ്ലക്സ് എന്നുള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ത് ക്വാണ്ടിറ്റിയാണ്? സ്കേലാർ ക്വാണ്ടിറ്റിയാണ്. ഒരു വെക്ടർ അഡീഷൻ ഒന്നും നിങ്ങൾ ഫോളോ ചെയ്യേണ്ട ആവശ്യമില്ല, കണ്ണും പൂട്ടി ആഡ് ചെയ്താൽ മതി. ഓക്കെ അല്ലേ? സോ ഇറ്റ് ഈസ് E.A. ആ E.A വരാൻ കാരണം എന്താണ്? കാരണം ഫുൾ ഫോം EA cos θ ആണ് അല്ലേ? കോസ് കമ്പോണൻ്റ് ആണ്. ഇവിടെ എന്തുണ്ടാക്കുക? നമ്മളെ ഫ്ലെക്സിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാം. പെർഫെക്റ്റ് ഓൾ റൈറ്റ് അല്ലേ? കൺസെപ്റ്റ് പക്ക ക്ലിയർ അല്ലേ? നല്ല ക്ലാരിറ്റി വന്നില്ലേ? ഓക്കെ, സോ ഫ്ലക്സ് എന്ന എൻറ്റിറ്റി ഇലക്ട്രിക് ഫീൽഡ് ലൈൻസിനോട് പ്രൊപ്പോർഷനാണ്. നല്ല ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടെങ്കിൽ ആ സർഫസിലൂടെ നല്ല ഫ്ലക്സ് ഉണ്ട്. ആ സർഫസിന് നല്ല ഏരിയ ഉണ്ടെങ്കിൽ ആ സർഫസിലൂടെ നല്ല ഇലക്ട്രിക് ഫ്ലക്സ് ഉണ്ട്. അതേപോലെ തീറ്റിനോട് ഡിപ്പെൻഡ്. തീറ്റ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈ ആംഗിൾ ബിറ്റ്വീൻ E ആൻഡ് A. അതല്ലേ നമ്മൾ ഇതല്ലേ ഇയും എയും ആയിട്ടുള്ള ആംഗിൾ തീറ്റ ആകുമ്പോഴാണ് ആ കമ്പോണൻറ്റ് EA cos θ ആവുന്നത്. പെർഫെക്റ്റ് ഓൾ റൈറ്റ് അല്ലേ? ഇതൊരു പെർഫെക്റ്റ് ഓൾ റൈറ്റ് അല്ലേ? സോ ഏരിയ വെക്ടർ എന്ത്? ഓപ്പൺ സർഫസ് എന്ത്? ക്ലോസ് സർഫസ് എന്ത്? എന്നെല്ലാം പെർഫെക്റ്റ് ഓൾ റൈറ്റ് അല്ലേ? നോ സംശയംസ്. ഓക്കെ, നമുക്ക് നോക്കിക്കേ.
ഒരു യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് കൊണ്ടുപോയിട്ട് ഞാനൊരു ക്ലോസ് സർഫസിന് വെക്കുകയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യണം, നമുക്ക് എന്ത് ചെയ്യാം, ഇത് നമ്മുടെ XYZ പ്ലെയിൻ. ഓക്കെ, ഇവിടെ പോയിട്ട് ഞാൻ എന്ത് ചെയ്യുക കുട്ടികളെ, എന്ത് ചെയ്യുക, ഞാനൊരു ക്യൂബിനെ കൊണ്ട് വെച്ചു. ഓക്കെ അല്ലേ? ഇവിടെ എന്തുണ്ട്, ഒരു യൂണിഫോമായിട്ട് ഇലക്ട്രിക് ഫീൽഡ്, ആ യൂണിഫോമായിട്ട് ഇലക്ട്രിക് ഫീൽഡ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. കംപ്ലീറ്റ് ത്രൂ ഔട്ട് എന്ത് ചെയ്യുന്നുണ്ട്, എക്സാക്സിനോട് പാരലായിട്ട് ആ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പോകുന്നുണ്ട്. ഇതിന് മക്കൾ സങ്കല്പിക്കാം. ഓക്കെ, എക്സാക്സിലൂടെ പോകുന്നുണ്ട്. ഇപ്പം എൻ്റെ മക്കളെ ഞാൻ ഇവിടെ ഒരു ക്യൂബിനെ വെച്ചിട്ടുണ്ട്. ആ ക്യൂബ് എങ്ങനെയാണ് എക്സാക്സിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, എക്സാക്സിനോട് പാരലായിട്ട് എന്ത് സംഭവിക്കുന്നുണ്ട്, നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പോകുന്നുണ്ട്. ഇതിൻ്റെ മക്കളെ സങ്കല്പിക്കുക. ഇതാണ് ക്യൂബ്, ഇതിൻ്റെ മക്കളെ സങ്കല്പിക്കുക. ഓക്കെ അല്ലേ? ഇനി ഇവിടുത്തെ ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞാണ്. ഇതിലൂടെയുള്ള ടോട്ടൽ ക്ലോസ് സർഫസിലൂടെയുള്ള ടോട്ടൽ ഇലക്ട്രിക് ഫ്ലക്സ് ഒരാൾ കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ, അല്ലേ, ഇവിടെ ആദ്യം എത്ര സർഫസ് ഉണ്ട്, ഒരു ക്യൂബിന് ടോട്ടൽ 6 സർഫസ് ഉണ്ട്. സോ 5 പ്ലസ് പോയി 5 6 വരെ ഞാൻ ആഡ് ചെയ്യണം. സ്കേലാർ പ്രൊഡക്റ്റാണ്, കണ്ണും പൂട്ടി ആഡ് ചെയ്താൽ മതി. ഓരോരോ സർഫസ്, ഇതൊക്കെ ഓരോരോ സർഫസ്. ഇത് ഒന്നാമത്തെ സർഫസ്, ഇത് രണ്ടാമത്തെ സർഫസ്, ഇത് മൂന്നാമത്തെ സർഫസ്, ഇത് നാലാമത്തെ സർഫസ്, ഇത് അടിയത്തെ അഞ്ചാമത്തെ സർഫസ്, ഇത് പിന്നിലെ ആറാമത്തെ സർഫസ്. ഇങ്ങനെ 6 സർഫസാണുള്ളത്. പെർഫെക്റ്റ് ഓൾറൈറ്റ് അല്ലേ? ഇനി ഓരോരോ സർഫസിലൂടെ ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ മക്കൾ പറഞ്ഞ് ഓരോ സർഫസ് ഇലക്ട്രിക് ഫ്ലക്സ് എന്ന് പറഞ്ഞാൽ 5 എന്തായിരിക്കും? 5 എന്ന് പറഞ്ഞാൽ എന്താ, ഈ സർഫസ് അല്ലേ, ആ ക്യൂബ് ഇതാണെങ്കിൽ ക്യൂബിൻ്റെ ഈ സർഫസ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പോകുന്നത് ഇങ്ങനെ. ഏരിയ വെക്ടർ, ഒരു ക്ലോസ് സർഫസിൻ്റെ ഏരിയ വെക്ടർ നമ്മൾ എങ്ങനെ എടുക്കണം, ഔട്ട് എടുക്കണം അല്ലേ? ഇതാണ് ഏരിയ വെക്ടർ അല്ലേ? ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പോകുന്നത് ഇങ്ങനെ. രണ്ടാമത്തെ നമ്മൾ ആംഗിൾ എത്ര മക്കളെ, 180 ഡിഗ്രി. cos 180 ഡിഗ്രി എന്താ, -1. സോ 5 വിൽ ബി ഈക്വൽ ടു വാട്ട് മക്കളെ, -E × A ആയിരിക്കും. പെർഫെക്റ്റ് ഓൾറൈറ്റ് അല്ലേ? ഓക്കെ അല്ലേ? ഇനി നോക്കിക്കേ, ഇത് കടന്നുപോയി, ഈ കടന്ന് ഉള്ളോട്ട് കയറി കഴിഞ്ഞാൽ നോക്കിക്കേ, ഈ 4 എന്തായിരിക്കും, 5 എന്തായിരിക്കും, ഞാൻ പറയുന്നു 0 ആണ്. 5 എന്തായിരിക്കും, ഞാൻ പറയുന്നു 0 ആണ്. 3 എന്തായിരിക്കും, ഞാൻ പറയുന്നു 0 ആണ്. സാർ എന്താ സാറ് പറയുന്നത്? മക്കളെ നോക്കടാ, ഈ 5 ഏരിയ വെക്ടർ ഇങ്ങനെ, പക്ഷെ നമ്മുടെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെ, ആംഗിൾ 90 ഡിഗ്രി. അതിലൂടെ യാതൊരുവിധ ഫ്ലെക്സും ഇല്ല. ഓക്കെ, ഈ 6th സർഫസ്, ഓക്കെ 6th സർഫസ് എങ്ങനെ, ഇതിന് പിന്നത്തെ സർഫസ് ഏരിയ വെക്ടർ ഇങ്ങോട്ടോ പുറത്തോട്ട്, നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എങ്ങനെ പോകുന്നത് ഇങ്ങനെ. രണ്ടും നമ്മൾ ആംഗിൾ 90 ഡിഗ്രി, യാതൊരുവിധ ഫ്ലെക്സും ആ സർഫസിലൂടെ ഇല്ല അല്ലേ? ഈ അടിയത്തെ 5th സർഫസ് ഏരിയ വെക്ടർ എങ്ങനെയാണ്, അടിയിലോട്ട്, നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എങ്ങനെ പോകുന്നത് അങ്ങനെ. രണ്ടും നമ്മൾ ആംഗിൾ എത്ര, 90 ഡിഗ്രി, യാതൊരുവിധ ഫ്ലെക്സും ഇല്ല. ആകെ ഫ്ലെക്സിന് രണ്ട് സർഫസേ ഉള്ളൂ. അതേത് മക്കളെ, ഈ ഒന്നാമത്തെ സർഫസും ഈ മൂന്നാമത്തെ സർഫസും. മക്കൾ ആലോചിക്കുക, ഇതാണ് ആ ബോഡി, ഇതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചെന്ന ആ ബോഡി അല്ലേ? ഒരു ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇങ്ങനെ കടന്നു പോകണമെങ്കിൽ ഈ സർഫസിലും മാത്രമേ എന്തുള്ളൂ, ഇലക്ട്രിക് ഫ്ലക്സ് ഉള്ളൂ അല്ലേ? ഈ സർഫസ് എന്ത് ഇലക്ട്രിക് ഫ്ലക്സ് ഉണ്ടോ? ഇല്ല. കാരണം എൻ്റെ ഏരിയ വെക്ടർ ഔട്ട് ഓഫ് ദി ബോഡി, ഇതാണ് കൺസിഡർ ചെയ്യേണ്ടത് അല്ലേ? നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എങ്ങനെയാണ് പോകുന്നത്, രണ്ടാമത് നമ്മൾ ആംഗിൾ 90 ഡിഗ്രി. ഇവനും അതെ, ഏരിയ വെക്ടർ മുകളിലോട്ടാണ്, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇങ്ങോട്ടാണ് 90 ഡിഗ്രി. ഇപ്പോൾ ഈ സർഫസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഏരിയ വെക്ടർ പുറത്തോട്ടാണ്, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പോകുന്നത് അങ്ങനെയാണ് 90 ഡിഗ്രി. മനസ്സിലാകുന്നുണ്ടോ? ആകെ 2 സർഫസ്, ഈ ഫസ്റ്റ് സർഫസിലും ഈ തേർഡ് സർഫസിലും മാത്രമേ എന്തുള്ളൂ, ഏരിയ വെക്ടറും നോക്കുന്ന സമയത്ത് ഫ്ലക്സ് എന്നുള്ള കൺസെപ്റ്റ് വരുന്നുള്ളൂ. അപ്പോൾ ഈ ഫസ്റ്റ് സർഫസിലെ ഫ്ലക്സ് ഞാൻ എഴുതിയിട്ടുള്ളത് -EA ആണ്. എന്തുകൊണ്ടാണ് മൈനസ് ചെയ്തിട്ടുള്ളത്? cos 180 ഡിഗ്രിയാണ്. ഏരിയ വെക്ടർ ഔട്ട് ഓഫ് ദി ബോഡി ആണ്, ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് പോകുന്നത് അങ്ങനെയാണ് എന്നാണ് സങ്കല്പിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുള്ളത്. ഇതാണ് സിനാരിയോ. ഓക്കെ അല്ലേ? ഇനി നോക്കിയ മക്കളെ, ഈ തേർഡ് സർഫസ് ഫ്ലക്സ് അലോങ് ദി തേർഡ് സർഫസ് എന്തായിരിക്കും പറഞ്ഞേ? ഏരിയ വെക്ടർ പുറത്തോട്ട്, നമ്മൾ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് എങ്ങോട്ടാ, പുറത്തോട്ടാ. രണ്ടാണ് നമ്മുടെ ആംഗിൾ എത്രയാ, 0 ഡിഗ്രി. cos 0 ഡിഗ്രി എത്രയാ, 1. 5 3 എത്ര വരെ മക്കളെ, E ആണ് വരിക മക്കളെ. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡാണ് ഇവിടെ. ഫസ്റ്റ് സർഫസിൽ E ആണെങ്കിൽ തേർഡ് സർഫസിൽ E തന്നെയാണ്. അതുകൊണ്ട് E എന്ന് പറഞ്ഞ് വിളിച്ചിട്ടുള്ളത്. അപ്പോൾ ടോട്ടൽ ഫ്ലക്സ് ടോട്ടൽ ഈസ് ഈക്വൽ ടു എത്ര വരിക അല്ലേ? ഇതെല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര വരിക, -EA + EA. യുവർ ആൻസർ വിൽ ബി വാട്ട്, 0. അപ്പോൾ എൻ്റെ മക്കൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്, ഒരു ക്ലോസ്ഡ് സർഫസിനെ, ഒരു 3D ആയിട്ടുള്ള ബോഡിയെ നമ്മൾ യൂണിഫോം ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് ഫീൽഡിൽ കൊണ്ട് വെക്കുകയാണെങ്കിൽ നെറ്റ് ഫ്ലക്സ് അസോസിയേറ്റഡ് വിത്ത് ദാറ്റ് ക്ലോസ് സർഫേസ് വിൽ ബി ഈക്വൽ ടു വാട്ട്, 0. അഥവാ ദി ഫ്ലക്സ് ഇൻകമ്മിങ് വിൽ ബി ഈക്വൽ ടു ദി ഫ്ലക്സ് ഔട്ട് ഗോയിങ്. ആ ഒരു കൺസെപ്റ്റ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊന്ന് വരച്ച് കാണിച്ചത്. മനസ്സിലായോ മക്കൾ? ഇത്രയേ ഉള്ളൂ. ഈ സർഫസിലൂടെ കയറുന്ന ഫ്ലക്സ് എത്രയാണോ അത് തന്നെയാണ് ഇതിലൂടെ കടന്ന് പുറത്തോട്ട് വരുന്നത്. ഒരു ക്ലോസ് സർഫസ് ആണെങ്കിൽ പെർഫെക്റ്റ് ഓൾറൈറ്റ് അല്ലേ? യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിൽ. നോൺ യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആണെങ്കിലോ, നോൺ യൂണിഫോം ആണെങ്കിൽ
ഇതിലൂടെ കയറുന്ന അതേ ഇലക്ട്രിക് ഫീൽഡ് ആവില്ല ഇതിലൂടെ പുറത്ത് വരുന്ന ഇലക്ട്രിക് ഫീൽഡ് ഇവിടെ സെയിം ഇവിടെയും സെയിം അല്ലെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ ഫ്ലക്സും മാറും. നെറ്റ് ഇലക്ട്രിക് ഫ്ലക്സ് എന്താവില്ല, 0 ആവില്ല. പറഞ്ഞ പോയിന്റ് മനസ്സിലാവുന്നുണ്ടോ? സോ ഇത് ഞാൻ പറഞ്ഞ പോയിന്റ് ഇത്രയേ ഉള്ളൂ. ആകെ ഈ സർഫസിലെയും മാത്രമേ ഫ്ലക്സിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളൂ. ബാക്കി എല്ലാത്തിൻ്റെയും ഏരിയ വെക്ടർ ഈ ഫീൽഡ് ലൈൻസിനോട് പെർപെൻഡിക്കുലർ ആയതിനാൽ ഫ്ലക്സ് കമ്പോണൻറ്റ് എന്താവാണ്, 0 ആവാണ്. അതെ, ഓക്കെ. യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് വെക്കുന്ന സമയത്ത് മാത്രമേ ഫ്ലക്സിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുള്ളൂ. ടോട്ടൽ ഫ്ലക്സ് എന്താവുന്നുള്ളൂ, 0 ആവുന്നുള്ളൂ. അതിൻ്റെ എൻറ്റിറ്റി എന്തായാലും മനസ്സിലാക്കേണ്ട ഐഡിയ എന്താണ്, ഇൻകമിങ് ഫ്ലക്സ് ഈസ് ഈക്വൽ ടു ഔട്ട് ഗോയിങ് ഫ്ലക്സ് ആണ്. കാരണം യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ആയതിനാൽ. പെർഫെക്റ്റ് ഓൾ റൈറ്റ് അല്ലേ? ഓക്കെ. ഇനി ഇതുവരെ നമ്മൾ എന്തിനെ പറ്റി പറഞ്ഞിട്ടില്ല, ഒരു ചാർജിനൊക്കെ കൊണ്ടുവന്ന് ഒരു സർഫസിനുള്ളിൽ വെച്ചാൽ എങ്ങനെയാവും എന്നതിനെ നമ്മൾ സംസാരിച്ചിട്ടില്ല. അതാണ് ഇനി നമ്മൾ സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. നമുക്ക് നോക്കാം. അപ്പോൾ മക്കളെ നമ്മൾ പറയാൻ വേണ്ടി പോകുന്നത്, ഒരു ചാർജിനെ ഞാൻ എന്ത് ചെയ്യാണ്, ഒരു ക്ലോസ് സർഫസിനുള്ളിൽ കൊണ്ടുപോയി വെക്കുകയാണ്. മക്കളെ നമ്മൾ ഇതുവരെ പറഞ്ഞത് എന്താണ്, ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഇലക്ട്രിക് ഫീൽഡ് ഏരിയ. ലെറ്റ്സ് സേ ഇവിടെ കുറേ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. എങ്ങനെ ഇലക്ട്രിക് ഫീൽഡ് വന്നത് എങ്ങനെയാണ്, എവിടേക്കോ ഭൂമിയുടെ ഏതൊക്കെയോ അറ്റത്ത് നമ്മൾ എന്തൊക്കെയോ ചാർജ് വെച്ചതിൻ്റെ ബാക്കി പത്രമായിട്ട് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് ഇവിടെ ഉണ്ടായിട്ടുണ്ട്. ഈ ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ട് ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഒരു ക്ലോസ് സർഫസ് കൊണ്ടുവന്ന് വെച്ചതാണ് അല്ലേ. നേരത്തെ സിനാരിയൊക്കെ നോക്ക്, ഇവിടെ ഇങ്ങനെ എങ്ങനെയോ ഇലക്ട്രിക് ഫീൽഡ് ഉണ്ട്. ആ ഇലക്ട്രിക് ഫീൽഡ് ഏരിയക്ക് നമ്മൾ ഈ ക്യൂബിനെ കൊണ്ടുവന്ന് വെച്ചാണ്. ഇവിടെ ഒരു ചാർജ് ഇല്ലാത്ത സമയത്താണ് മക്കളെ ശ്രദ്ധിക്കണേ, ഈ ടോട്ടൽ ഫ്ലക്സ് അസോസിയേറ്റഡ് വിത്ത് എ ക്ലോസ് സർഫസ് ഇസ് 0 വെൻ ദർ ഇസ് നോ ചാർജ് അസോസിയേറ്റഡ് വിത്ത് ദി ബോഡി. ഈ ചാർജ് ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ ചാർജ് ഒന്നും വെക്കാത്ത സിനാരിയോയിലാണ് ഈ സാധനം ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇപ്പോഴത്തെ സിനാരിയോ എന്താണ്, ഒരു ക്ലോസ് സർഫസ് ഉണ്ട്. ആ ക്ലോസ് സർഫസിൻ്റെ ഉള്ളിൽ നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു ചാർജിനെ കൊണ്ടുപോയി വെക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ആലോചിക്കണം, ചാർജിനെ കൊണ്ട് വെക്കുകയാണെങ്കിൽ ആ ചാർജ് അടിയിൽ നിൽക്കുകയോ ഇല്ല, അവന് ചുറ്റും എന്തുണ്ടാക്കും, അവനൊരു വലയം സൃഷ്ടിക്കും, ഇലക്ട്രിക് ഫീൽഡ് ഉണ്ടാക്കും. എന്നാൽ ഈ എന്നുള്ള സാധനം വരും. ഇതിന് എ ഉണ്ടെങ്കിൽ ഇതിലൂടെ എന്ത് വരുന്നുണ്ട് നമുക്ക് പറയാം, ഇലക്ട്രിക് ഫ്ലക്സ് ഉണ്ട് കേട്ടോ. ആ ക്ലോസ് സർഫസുമായി ബന്ധപ്പെട്ട് ഒരു ഇലക്ട്രിക് ഫ്ലക്സ് ഉണ്ട് കേട്ടോ എന്ന് നമുക്ക് പറഞ്ഞൂടെ അല്ലേ മക്കളെ? നോക്കിയേ, നേരത്തെ നമ്മൾ എഴുതി 5 ക്ലോസ്ഡ് സർഫസ്. മക്കളെ രാമായണം മൊത്തം പറഞ്ഞിട്ട് രാമൻ സീത ആരെന്ന് ഇക്കാക്ക് നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ല. മക്കളെ നോക്കിക്കേടാ, ഈ 5 എന്നുള്ള സാധനം മക്കളെ ഇതാണ് കേട്ടോ ഫ്ലെക്സിൻ്റെ സിമ്പിൾ. കംപ്ലീറ്റ് ആയിട്ട് ചെയ്തുകയാണെങ്കിൽ 5E ആണ് ഫ്ലെക്സിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത്. ഈ 5Eയുടെ യൂണിറ്റ് എന്താ വരിക നോക്കിയേ, 5 = EA cos θ ആണ്. cos θ എന്തില്ല, യൂണിറ്റ് പരിപാടിയൊന്നുമില്ല. ഇയുടെ യൂണിറ്റ് എന്താ മക്കളെ, ഇറ്റ് ഈസ് ഫോഴ്സ് പെർ കൂളും അല്ലെങ്കിൽ ഫോഴ്സ് പെർ ചാർജ് ആണ്. സോ ന്യൂട്ടൺ പെർ കൂളുമാണ് ഇയുടെ യൂണിറ്റ് എന്ന് പറയുന്നത്. ഏരിയയുടെ യൂണിറ്റ് എന്താണ്, മീറ്റർ സ്ക്വയർ ആണ്. സോ ഫ്ലെക്സിൻ്റെ യൂണിറ്റ്, ഇലക്ട്രിക് ഫ്ലക്സിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ന്യൂട്ടൺ മീറ്റർ സ്ക്വയർ പെർ കൂളും എന്നുള്ള സാധനമാണ്. ഓക്കെ അല്ലേ? ഓക്കെ മക്കളെ, ബാക്കി ഒരു ചെറിയൊരു സാധനം പറയാൻ വിട്ടുപോയി. നോക്കിക്കേ, ഒരു പ്ലെയിൻ സർഫസ് ഞാൻ പറഞ്ഞു, ഒരു 2D സർഫസിന് അല്ലേ, ഒരു ഓപ്പൺ സർഫസിന് ആസ് പെർ മാത്തമാറ്റിക്സ് 2 ഏരിയ വെക്ടർ ഉണ്ട് അല്ലേ. ഇങ്ങനെ നിങ്ങൾക്ക് എടുക്കാം. ഇലക്ട്രിക് ഫ്ലക്സിലോട്ട് വരുമ്പോൾ നമ്മൾ ഏത് ഏരിയ വെക്ടറാണ് എടുക്കേണ്ടത് ഞാൻ പിന്നെ പറഞ്ഞു തരാം എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു അല്ലേ. അപ്പോൾ നോക്കിക്കേ, സപ്പോസ് ഇങ്ങനെ ഒരു ഇലക്ട്രിക് ഫീൽഡ് പോവുകയാണെങ്കിൽ കുറച്ച് മുമ്പ് ഞാൻ പറഞ്ഞു ഈ cos θ കമ്പൗണ്ട്, ഈ sin θ കമ്പൗണ്ട്. അപ്പോൾ നോക്കിയേ, ഈ cos θ കമ്പൗണ്ട് ഇങ്ങോട്ട് പോകുന്നത് കൊണ്ട് നമ്മൾ ഏത് ഏരിയ വെക്ടർ എടുത്താൽ മതി, അതിന് അതേ ഡയറക്ഷൻ പോകുന്ന ഏരിയ വെക്ടർ എടുത്താൽ മതി, ഇങ്ങോട്ടുള്ള ഏരിയ വെക്ടർ എടുക്കണ്ട. ഓക്കെ, സോ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഇലക്ട്രിക് ഫീൽഡ് ഏത് ദിശയിലാണോ ആ ദിശയോട്ടുള്ള ഏരിയ വെക്ടറിനെ നിങ്ങൾ ഓപ്പൺ സർഫസ് ബോഡിയിൽ നിന്ന് എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, ക്ലോസ് സർഫസിന് അങ്ങനത്തെ ഒരു കൺഫ്യൂഷൻ ആവശ്യമില്ല. ക്ലോസ് സർഫസിനെ സംബന്ധിച്ചിടത്തോളം ഒറ്റ ഏരിയ വെക്ടറേ ഉള്ളൂ. ഓക്കെ അല്ലേ. സോ ഓപ്പൺ സർഫസ് അഥവാ 2D ബോഡി വരുന്ന സമയത്ത് ഇലക്ട്രിക് ഫീൽഡുമായി അസോസിയേറ്റ് ചെയ്തിട്ടുള്ള ഏരിയ വെക്ടർ നിങ്ങൾ എടുക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ അല്ലേ. എന്നുവെച്ചാൽ ഇവിടെ ഒരു പ്ലെയിൻ സർഫസ് ഉണ്ട്. ഇങ്ങോട്ടാണ് ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വരുന്നതെങ്കിൽ എൻ്റെ മക്കളെ ഏത് ഏരിയ വെക്ടർ എടുത്താൽ മതി, ഇങ്ങോട്ടുള്ള ഏരിയ വെക്ടർ എടുത്താൽ മതി. ഓക്കെ, മതി. അപ്പോൾ ഞാൻ എന്താണ് പറഞ്ഞു വന്നിട്ടുള്ളത്, ഒരു ക്ലോസ് സർഫസ്, ഒരു സ്ഫിയർ എടുത്തിട്ടുണ്ട് അല്ലേ. ഒരു സ്ഫിയർ എടുത്തിട്ടുണ്ട്. ആ സ്ഫിയറിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് ഞാൻ എന്ത് ചെയ്തിട്ടുണ്ടാ, ഒരു ചാർജിനെ കൊണ്ടുപോയി വെച്ചിട്ടുണ്ട്. അപ്പോൾ മക്കളെന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാവും ഇവിടുത്തെ ഇലക്ട്രിക് ഫ്ലക്സ് കണ്ടെത്തുക? നമ്മൾ നേരത്തെ എന്താ ചെയ്തത് അല്ലേ, ഒരു ക്ലോസ് സർഫസ് ഉണ്ടെങ്കിൽ ഓരോ സർഫസിലൂടെയും വരുന്ന ഫ്ലക്സിനെ മൊത്തത്തിൽ കണ്ടുപിടിച്ചു, എന്നിട്ട് ഓരോന്ന് മൊത്തത്തിൽ ആഡ് ചെയ്തു. അതേ പരിപാടി നമുക്ക് ഇവിടെയും ചെയ്തുകൂടെ സാർ? അതിനിവിടെ എങ്ങനെ സാർ നമ്മളിങ്ങനെ ഓരോരോ മറ്റേ ക്യൂബിനെ പോലെ ഓരോരോ സൈഡൊന്നും ഇല്ലല്ലോ സാർ, നമ്മൾ എങ്ങനെ ചെയ്യുക? നോക്കി, ഞാൻ ചെറിയ ഏരിയാസിന് എടുക്കുന്നു അല്ലേ. ഇതിലൂടെ ഇലക്ട്രിക് ഫീൽഡ് ലൈൻസ് വരുന്നു, ഇതിലൂടെ ഫ്ലക്സ് വരുന്നു അല്ലേ. ഫീൽഡ് ലൈൻസ് വരുന്നു, ഏരിയ ഉണ്ട്, ഫ്ലക്സ് ആയിട്ട് കൺസിഡർ ചെയ്യാം അല്ലേ. ഇങ്ങനെ എന്തുണ്ട്, ഇഷ്ടംപോലെ ചെറിയ ഏരിയ കൺസിഡർ ചെയ്ത് ഓരോന്നിലും 5(1) + 5(2) + 5(3) + 5(4) ഇങ്ങനെ മൊത്തത്തിൽ ആഡ് ചെയ്താൽ പോരെ. നമുക്ക് എന്തിനെ കളിലോട്ട് കൊണ്ടുവരാം,
ഇൻ്റഗ്രേഷൻ്റെ കളിയോട് കൊണ്ടുവരാം. സോ ഫ്ലക്സ് ടോട്ടൽ ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് എന്താണ് ഈ കുഞ്ഞ് കുറേ d5s ആണ് അല്ലേ മക്കളെ. ഈ എല്ലാ സ്ഥലത്തിലുള്ള ഇലക്ട്രിക് ഇതൊക്കെ റേഡിയസാണ്, ഒക്കെ ദൂരം റേഡിയസ് ആറാ. എല്ലാ സ്ഥലത്തിലും ഇലക്ട്രിക് ഫീൽഡ് എന്തായിരിക്കും മക്കളെ ഉണ്ടാവുക? സെയിം ദൂരം ഇലക്ട്രിക് ഫീൽഡ് നമ്മൾ എന്താ ഉണ്ടാവുക? 1/4πε0 q ഡിവൈഡ് ബൈ ദൂരം സ്ക്വയർ. ഇങ്ങനെയല്ല ഉണ്ടാവുക. ഇലക്ട്രിക് ഫീൽഡ് കോൺസ്റ്റൻ്റ് അല്ലേ. ആകെ മാറുന്ന എൻറ്റിറ്റി എന്താ? ഈ കുറേ സ്മോൾ ഏരിയാസ് ആണ് വരുന്നത് അല്ലേ. സോ ദാറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ ഓഫ് ഡിഫൈൻ ഫുൾ ഫോം നമുക്ക് എങ്ങനെ എഴുതാം? E.dA എന്നുള്ള സാധനമാണ്. സോ ഫൈ ടോട്ടൽ ഈസ് ഈക്വൽ ടു ഇലക്ട്രിക് ഫീൽഡ് ഓഫ് ഇൻ്റഗ്രൽ ഓഫ് DA. കുറേ കുഞ്ഞു ഏരിയാസ് ആഡ് ചെയ്തിട്ടുള്ള ഏരിയ ആണ്. എൻ്റെ മക്കൾ പറഞ്ഞ് ഈ കുറേ കുഞ്ഞു ഏരിയ ആഡ് ചെയ്ത് മൊത്തത്തിൽ വരുന്ന സമയത്ത് നമുക്ക് എന്തിൻ്റെ ഏരിയ ആണ് കിട്ടുക? ആ സ്ഫിയറിൻ്റെ ഏരിയയിലാണ് കിട്ടുക. അപ്പോൾ സ്ഫിയറിൻ്റെ ഏരിയ കൊടുത്താൽ പോരെ. അപ്പോൾ ഫൈ ടോട്ടൽ ഈസ് ഈക്വൽ ടു എന്താ മോനെ? 1/4πε0 q ഡിവൈഡ് ബൈ r സ്ക്വയർ. ഈയുടെ ഫുൾ ഫോം എഴുതിയതാ. ഏരിയയുടെ ഫുൾ ഫോം മൊത്തം സ്ഫിയറിൻ്റെ ഏരിയ 4πr സ്ക്വയർ. 4π പോയി, r സ്ക്വയർ പോയി. എന്താ മക്കളെ മിച്ചുള്ളത്? ഫൈ ടോട്ടൽ അസോസിയേറ്റഡ് വിത്ത് എ ക്ലോസ് സർഫേസ് വിത്ത് എൻക്ലോസസ് എ ചാർജ് ഇൻസൈഡ് ഈസ് ഈക്വൽ ടു എന്താ? q ഡിവൈഡ് ബൈ ε0. ഇതാണ് പരിപാടി. അപ്പം ഒരു ക്ലോസ് സർഫസിൻ്റെ ഉള്ളിൽ കൊണ്ടുപോയിട്ട് നിങ്ങളൊരു ചാർജിനെ വെക്കുകയാണെങ്കിൽ അവനുണ്ടാക്കുന്ന ടോട്ടൽ ഫ്ലക്സ് വിൽ ബി ഈക്വൽ ടു വാട്ട്? q ഡിവൈഡ് ബൈ ε0 ആയിരിക്കും. അതിൻ്റെ ഡെറിവേഷനാണ് എൻ്റെ മക്കൾ കാണിച്ചത് മക്കളെ. ഇതാണ് ഗോസ് ലോ. അപ്പോൾ ഇതിനെപ്പറ്റി വിശദമായിട്ട് നമ്മൾ അടുത്ത വീഡിയോയിൽ പരാമർശിക്കുന്നുണ്ടാവും. സോ പെർഫെക്റ്റ് ഓൾറെഡി എങ്ങനെയാണ് ഡെറിവേഷൻ മനസ്സിലായില്ല? ഡെറിവേഷൻ മനസ്സിലായി. ഒരു +q എന്ന ചാർജ് വെച്ചു, എല്ലായിടത്തും കോൺസ്റ്റൻ്റ് ആയിട്ട് ഇലക്ട്രിക് ഫീൽഡാണ് ഉണ്ടാകുന്നത്. കാരണം സെയിം ദൂരം പരിപാടിയാണ്. എല്ലാ ഏരിയാസിനും ആഡ് ചെയ്യുമ്പോൾ സ്ഫിയറിൻ്റെ ഏരിയ എന്ന് പറയുന്നത് 4πr² ആണ്. ഈ സാധനം 4πε0 q ഡിവൈഡ് ബൈ r സ്ക്വയർ ആണ്. ഇവിടുത്തെ 4π² വെട്ടുന്ന സമയത്ത് q/ε0 മാത്രം മിച്ചം. സോ ഫ്ലക്സ് അസോസിയേറ്റഡ് വിത്ത് ദി ക്ലോസ് സർഫസ് എന്താവാണ്? q ഡിവൈഡ് ബൈ ε0 ആണ്. മക്കളെ നോക്കിക്കേ. അപ്പോൾ സാറല്ലേ നേരത്തെ പറഞ്ഞത് ഫ്ലക്സ് അസോസിയേറ്റഡ് ക്ലോസ് സർഫസ് 0 ആയിരിക്കും. മക്കളത് എപ്പം? ഒരു ചാർജിനൊന്നും ഞാൻ കൺസിഡർ ചെയ്തിട്ടില്ല, ഒരു ചാർജിനൊന്നും ഉള്ളിൽ കൊണ്ടുപോയി വെച്ചിട്ടില്ല. ഓൾറെഡി എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള യൂണിഫോം ആയിട്ട് ഇലക്ട്രിക് ഫീൽഡിൽ കൊണ്ടുപോകുന്ന സമയത്താണ് ടോട്ടൽ ഇൻകമിംഗ് ഫ്ലക്സ് ഈക്വൽ ടു ടോട്ടൽ ഔട്ട് ഗോയിങ് ഫ്ലക്സ് ആവുന്നത്, നെറ്റ് ഫ്ലക്സ് 0 ആവുന്നത്. പെർഫെക്റ്റ് ഓൾറൈറ്റ് അല്ലേ? അപ്പോൾ 2 കൺസെപ്റ്റ് മനസ്സിലായി പ്രതീക്ഷിക്കുന്നു. അടുത്ത പാർട്ടിൽ നമുക്ക് നല്ല ക്വസ്റ്റ്യൻസും ആ ഗോസ്ലും ആണ് സെറ്റാക്കാം. അതിൻ്റെ അടുത്ത പാർട്ടിൽ, ഫൈനൽ പാർട്ടിൽ നമുക്ക് അപ്ലിക്കേഷൻ പറഞ്ഞ് ഈ പാഠത്തിൻ്റെ തിയറി അവസാനിപ്പിച്ച് നല്ല ക്വസ്റ്റ്യൻസ് നമുക്ക് ചെയ്യാം. സോ സീ യു ദെൻ, ബൈ.